അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷാമിലിൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, റഹ്മാനെ ഉമ്മുൽ ഖൈർ ബീവിയുടെ സപ്പോർട്ട് കൊണ്ട് അതാ റസിയെ അവിടുന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. റസിയയും മുത്തും ഇപ്പം എൻ്റെ കൂടെയാണ്. അറേബ്യയിലേക്കുള്ള, അതെ, അറബി ഉമ്മയുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അറബി ഉമ്മയാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലും അവരെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ സമയം സുലൈഖ, അതെ, അവളുടെ മനസ്സിൽ ചില സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. റസിയെ വിവാഹം കഴിക്കുവാൻ അറബി ഒരുങ്ങുകയാണെന്നറിഞ്ഞപ്പോൾ അവൾ ഒരുങ്ങിക്കെട്ടി പോന്നതാണ്. ഓ, എന്നേക്കാളൊന്നും സൗന്ദര്യം റസിയയ്ക്കില്ല. എനിക്കാണ് കൂടുതൽ സൗന്ദര്യം. അല്പം തടിയും നിറവും കളറൊക്കെ ഉള്ളത് അത് ഞാൻ തന്നെയാണ്. എന്തൊക്കെ തന്നെയാലും എന്നെ കാണുമ്പോൾ അറബി അങ്ങ് മയങ്ങി വീഴും എന്നുള്ള കാര്യം അവൾ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അറബിയുടെ ഭാര്യയായിട്ട് ജീവിക്കണം എന്നതായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. അറബ് നാട്ടിൽ പോയാൽ രാജകുമാരിയെ പോലെ ജീവിക്കാം, അത് രാജാവിൻ്റെ ഭാര്യയാകാം. ഈ വാക്കുകൾ അവളുടെ മനസ്സിൽ എത്രയോ തവണ മുഴങ്ങിയിരുന്നു. അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് വലിയ കൊട്ടാരം, സ്വർണ്ണാഭരണങ്ങൾ, വലിയ റൂമുകൾ, ആഡംബര ജീവിതം, സ്നേഹമുള്ള അറബി ഭർത്താവ്, അതൊക്കെയായിരുന്നു. സ്വന്തം മക്കളെ പോലും വീട്ടിൽ ജ്യേഷ്ഠത്തിൻ്റെ അടുത്തേക്ക് ആക്കി. അതെ, അവിടെ ഒരു യത്തീംഖാനയിൽ മക്കളെ ചേർത്തുകയാണ്. എന്നാൽ അല്പ ദിവസത്തിന് ശേഷം അവർ മക്കളെ വന്ന് കൊണ്ടുപോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജ്യേഷ്ഠത്തിക്ക് അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. ഇവളിത് എന്തിൻ്റെ പേരില ഷാമിൽ അറിയണ്ട അവൻ്റെ പെങ്ങന്മാർ യത്തീംഖാനയിലൊന്നും കൊണ്ടുപോയിടുന്നത്. അതെ, അത്ര സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ഷാമിൽ അതൊരു മോശമല്ലേ, ഇടങ്ങാറല്ലേ തൻ്റെ പെങ്ങന്മാരങ്ങനെ എന്തൊക്കെയാവും ഇവളെ കാട്ടിക്കൂട്ടൽ. പക്ഷേ എളാമ തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ആര് പറഞ്ഞതും മുഖവിലിക്കെടുക്കില്ല. എന്നാൽ സുലൈഖ ഏറെ പ്രതീക്ഷയോടെ കടന്നു വന്ന അറബി വീട്, സത്യം പറഞ്ഞാൽ അവൾ എന്തൊക്കെയോ ചിന്തിച്ചിരുന്നു. വലിയ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്, ശരിയാണ്, പുറത്തുനിന്ന് നോക്കിയാൽ കൊട്ടാരം പോലെ. എന്നാൽ അകത്ത് കയറിയപ്പോൾ എന്തൊക്കെയൊരു അപാകത ആദ്യ ദിവസം തന്നെ അവൾക്ക് മനസ്സിലായി. അതെ, ഇവിടെ തനിക്ക് വേണ്ടി കാത്തിരുന്നിട്ടൊന്നുമില്ല, പക്ഷേ തന്നെ ജോലിക്ക് വേണ്ടി കാത്തിരുന്നിരുന്നു എന്നുള്ളത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അവൾക്ക് ഉള്ള ലിസ്റ്റുകൾ തയ്യാറാക്കി കൊണ്ടുവന്നു. പാചകം ചെയ്യണം, അതായത് അറബിക്ക് 3-4 ഐറ്റംസ്, 3-4 നേരം ഫുഡ് ഐറ്റംസ്, അതും വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡ്. വീട് വൃത്തിയാക്കണം, വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കണം, അവർക്കുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം, അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. എന്നാലും ഇത് താൽക്കാലികമായിരിക്കും, അവൾ ആശ്വസിക്കുകയാണ്. രാജകുമാരിയുടെ സ്ഥാനത്തിന് പകരം അവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണികളാണ് സുലൈഖയ്ക്ക് കിട്ടിയത്. അവൾ അവിടുത്തെ ജോലികൾ ചെയ്തു തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു വിഷമമുണ്ടായിരുന്നു. നല്ല വീടും എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ ഇവിടെ എത്തിയിട്ട് ശരിക്കൊരു ജോലിക്കാരിയെ പോലെ ഗദ്ദാമ തന്നോട് ഇടയ്ക്കിടെ ഓരോന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അറബിയുടെ ഭാര്യ എന്നുള്ള സ്വപ്നത്തിലേക്ക് മേക്കപ്പും എത്ര രൂപയുടെ ക്യാഷൊക്കെ മുടക്കി ചെയ്തു വന്നിട്ട് ഇപ്പോൾ എന്താ ഇപ്പം ഇത്. എന്നാൽ അവൾ ജോലി ചെയ്യുമ്പോൾ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ അറബി സംസാരിക്കുമായിരുന്നു. അവൾക്ക് ഇഷ്ടമില്ലാത്ത അടുക്കൽ അറബി പതുക്കെ പതുക്കെ അത് അവളുടെ അരികിലേക്ക് അടുക്കുന്നു. അവൾക്ക് അനിഷ്ടമായ സമീപനം, അതും ജോലിക്കിടയിൽ. അവൾക്ക് അതൊരു വലിയ അരോചകമായി തോന്നി. ഞാൻ ഇങ്ങനെയൊരു ജീവിതമല്ല ആഗ്രഹിച്ചിരുന്നത്. അതെ, അയാൾ എന്നെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടി. ഇതിപ്പോൾ അടുക്കുന്നുണ്ട് അയാൾ, പക്ഷെ വേണ്ടാത്ത രീതിയിലാണ്. അവൾ മനസ്സിലാക്കി, ഇവിടെ സ്നേഹമില്ല, ഇവിടെ ബഹുമാനമില്ല, ഇവിടെ അവൾക്ക് ഒന്നും പറയാനും കഴിയുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാം. എന്നാൽ അറബി അവളെ വിളിക്കുന്നു. സുലൈഖ, അർബ, ഫോൺ എപ്പോഴും യൂസ് ചെയ്യരുത്. നീ ഇടയ്ക്കിടെ ഫോൺ എടുക്കുന്നത് കാണുന്നുണ്ട്. മാത്രമല്ല നീ ഇടയ്ക്കിടെ പുറത്തു പോകാനും ശ്രമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പുറത്തു പോകാൻ അനുവാദമില്ല, ഫോണിൽ നിയന്ത്രണം വേണം. അറബി തന്നെ നേരിട്ട് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവൾക്ക് എന്തെന്നില്ലാത്ത വല്ലാത്തൊരു അസ്വസ്ഥതയാണ് തോന്നിയത്. നാട്ടിലാണെങ്കിൽ എന്ത് സുഖമായിരുന്നു, ഫോൺ ഉപയോഗിക്കായിരുന്നു എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ. എന്നാൽ രാത്രിയിൽ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് അവളന്ന് കരഞ്ഞു. അവൾ ഓർത്തു തൻ്റെ മക്കളെ, തൻ്റെ ഭർത്താവിനെ നല്ല സ്നേഹത്തോടെ നോക്കിയിരുന്ന ഭർത്താവായിരുന്നു ഷാമിലിൻ്റെ ഉപ്പ. പക്ഷേ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതോടുകൂടെ എനിക്ക് അയാളെ വെറുത്തു. ആരോഗ്യമില്ലാത്ത ഭർത്താവിനെ എനിക്ക് നോക്കാനാവില്ല എന്നുള്ള
ആ ഒരു സങ്കല്പം മനസ്സിൽ വന്നതോടുകൂടി അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ എന്നും തോന്നിപ്പോയി. താൻ തെറ്റായ തീരുമാനമെടുത്തോ എനിക്കറിയുന്നില്ല. സ്വപ്നങ്ങൾ ഒന്നൊന്നായി തകരുകയാണ്. അവൾ കരുതിയത് രാജകുമാരി ജീവിതം, പക്ഷെ അവൾ അനുഭവിച്ചത് തടവറ. അതാണ് ഗദ്ദാമ്മയുടെ സ്ഥിതി, ഗദ്ദാമ്മകളുടെ. സുലേഖയും അവിടെ ഒരു ഗദ്ദാമയായി മാറുകയായിരുന്നു. എന്നാൽ അവൾക്ക് സങ്കടം കൊണ്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. പിറ്റേ ദിവസം അവൾ ആ റൂമിൽ വലിയൊരു കണ്ണാടിയുണ്ട്, അത് ക്ലീൻ ചെയ്യുകയാണ്. അതിൻ്റെ മുമ്പിൽ നിന്നോ തൻ്റെ മുഖം, അയ്യേ തളർന്ന മുഖമായിരിക്കുന്നു. ഉറക്കില്ലായിട്ട്, ഉറക്കം രാത്രി ഇല്ലായിട്ട് കണ്ണുകളും ആകപ്പാടെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ഇതാണോ ഞാൻ ആഗ്രഹിച്ച ജീവിതം? ഒരു നിമിഷം അവൾ തിരിച്ചറിഞ്ഞു. ഹൈ, ഞാൻ എല്ലാ സുഖങ്ങളും വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇത്രയധികം ജോലിക്കാരി ആവാനായിരുന്നോ? എന്നാൽ റസിയക്കുണ്ടായിരുന്നതിലധികം ഇരട്ടി ജോലിയായിരുന്നു അവൾക്ക് കൊടുത്തിരുന്നത്. ഒരു ദിവസം അവൾ അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്. ഒരുപാട് ജോലികളാണ് ഉള്ളത്. മറ്റേ വേലക്കാരിയോട് പറഞ്ഞു, അതെ എനിക്ക് തലവേദനിക്കുന്നു. എന്നാൽ പറഞ്ഞു, ഇവിടെ തലവേദന, കണ്ണുവേദന, കാലുവേദന അങ്ങനെയില്ല, കഴിയുന്നത്ര ജോലി ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ സുലൈഖക്ക് മടുത്തു എന്ന് പറയാം. വീണ്ടും റസിയെ ചോദിച്ചു, റസി എവിടെ? അവൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. അറബിയുടെ സമ്മതമില്ലാതെ പോയത്. പക്ഷേ ഇവിടെ വേറൊരുത്തിയുണ്ട്, അവരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അറബിയുടെ ഭാര്യ. മൂപ്പര് സ്വഭാവമൊന്നും മൂപ്പത്തിയർക്ക് ഇഷ്ടമല്ല. അവർ വലിയ ഇഷ്ടത്തിലൊന്നും അല്ല, ഗദ്ദാമ പറയുകയാണ് എന്ന് കരുതി അവളുടെ അടുത്തേക്ക് പോകാറ് നിൽക്കണ്ട കേട്ടോ. അറബി നിന്നെയും ചാട്ടവാറിലടിക്കും, നോക്കിക്കോ. എന്നാൽ അന്നവൾ അകം തുടക്കുന്ന സമയത്ത് അറബി തൻ്റെ പിന്നിൽ നിൽക്കുന്നു. സുലേഖ. അവൾ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു. എന്താ സുലേഖ, എന്നെ കാണുമ്പോൾ ഇത്രയധികം ഭയം നിനക്ക്? ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് നീ മടുത്തോ? മടുത്തില്ലെങ്കിൽ എനിക്കൊരു മസാജുണ്ട്, അതൊന്ന് മസാജ് ചെയ്യാൻ നിനക്ക് ടൈം കിട്ടുമ്പോൾ വരണം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എനിക്ക് നിർബന്ധമാണ്, എന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം. ശരിക്കും അറബിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഇത്രയധികം എന്നെക്കൊണ്ട് ഇവിടെ ജോലി എടുപ്പിച്ചിട്ട് ഇപ്പോഴെന്താ മസാജിൻ്റെ കാര്യമൊക്കെ പറയുന്നത്? എനിക്കറിയുന്നില്ല. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. എന്നാൽ അറബി, എന്താടി നിനക്ക് ഒരു മിണ്ടാട്ടില്ലാത്തത്? എന്താ നിനക്കെന്താ ഇങ്ങനെ? നീ ഇവിടെയുള്ള എൻ്റെ ജോലിക്കാരിയാണ്, മനസ്സിലാക്കണം. നിൻ്റെ പാസ്പോർട്ട് എൻ്റെ കൈവശമാണ്. നിൻ്റെ പാസ്പോർട്ട് കിട്ടാതെ ഒരിക്കൽ പോലും നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ആ ഒരു ചിന്താഗതി വേണ്ട. എന്താ നിനക്ക് വല്ല വേറെ പ്ലാനിങ്ങും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ എന്നാ പിന്നെ പറഞ്ഞ പോലെ ചെയ്യേ. അങ്ങനെ അവൾ ഭയന്ന് അന്ന് അറബിക്ക് മസാജ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. അന്ന് അവർ കൊടുത്ത ആ ഒരു എണ്ണയും എടുത്തുകൊണ്ട് അവൾക്ക് സത്യം പറഞ്ഞാൽ ഭയമാണ് തോന്നിയത്. അയ്യേ, അതും ഒരു മനുഷ്യൻ്റെ പുറം ഭാഗത്തൊക്കെ അവൾക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു. എന്നെ ഒരു അത്രക്ക് മോശമായ ജോലിക്കാരിയാക്കിയിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. റസി എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവോ? ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്നാൽ അയാൾ അവളെ കൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. അവൾക്ക് ചുരുക്കി പറഞ്ഞാൽ മടുത്തു എന്ന് തന്നെ പറയും. എന്താണ് നിനക്കൊരു ഉഷാറില്ലാത്ത എന്നുള്ള രീതിയിൽ അറബി ആജ്ഞാപിക്കുകയാണ്. അയാളുടെ ആ കാലുകളൊക്കെ അവളെ കൊണ്ട് തടവിപ്പിക്കുന്നുണ്ട്. ശരിക്കും അവൾക്ക് വല്ലാത്തൊരു അവസ്ഥയായി എന്ന് തന്നെ പറയാം. റബ്ബേ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുകയാണെങ്കിൽ. അവൾ ആ റൂമിൻ്റെ അപ്പുറത്തേക്ക് നോക്കുകയാണ്. ഓരോ വാതിലുകളും ജനലുകളും വഴി പുറത്തേക്കൊന്ന് ഇറങ്ങാൻ വല്ല മാർഗമുണ്ടോ എന്നവൾ നോക്കുകയാണ്. അറബി വീടെന്ന് വെച്ചാൽ ഒരു പഴുതുമില്ലാത്ത വീടാണ്. ചുറ്റുഭാഗത്തുമായി കൂറ്റൻ മതിലായതുകൊണ്ട് തന്നെ ഒരു കൊതുകിന് പോലും കടക്കാൻ പറ്റാത്ത രീതിയിൽ അത് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അവൾ മുറ്റത്തേക്ക് പതുക്കെ ഇറങ്ങിയപ്പോൾ പിന്നിൽ അറബി. സുലേഖ. അവൾ ഞെട്ടിത്തെരിച്ചു. എന്താ, രക്ഷപ്പെടാനുള്ള പ്ലാനാണോ? ഏയ് അതല്ല. പിന്നെന്താ, അകത്ത് കയറിപ്പോ. എൻ്റെ ജോലിക്കാരൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, മനസ്സിലായല്ലോ? അത് സുലേഖക്ക് നല്ല രീതിയിലുള്ള പീഡനമാണ് അറബിയുടെ അടുക്കൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ ഈ സമയം നമ്മുടെ മുത്തുവും നമ്മുടെ ഷാമിലും റസിയയും അറബിയമ്മയുടെ വീട്ടിലേക്ക് എത്തുവാൻ ഇനി വെറും 5 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അറബിയമ്മ വിളിക്കുന്നുണ്ട്. എന്നാൽ അറബി വീട്ടിൽ സന്തോഷമായിരുന്നു, വളരെയധികം സന്തോഷം. കാരണം നമ്മുടെ തലാലും
ഭാര്യയും അജ്മലും ഹംദയും എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. നൂർ ഫാത്തിമയൊന്നും പിന്നെ പോയിട്ടില്ല. അത് അവർക്ക് രണ്ടാമത്തത് ഗർഭിണിയും കൂടി ആയപ്പോൾ ശരിക്കും അറബി ഉമ്മാക്ക് വല്ലാത്തൊരു സൂക്ഷ്മതയാണ് അവരുടെ കാര്യത്തിൽ. എന്നാൽ ഉമ്മുൽ ഖൈറിനെ കൂടി കൂട്ടി വരണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ അറബിയുടെ ചില സമയത്ത് സ്വഭാവം അതറിഞ്ഞാൽ തന്നെ ഉമ്മുൽ ഖൈറിനെ അദ്ദേഹം വിടില്ല എന്ന് മാത്രമല്ല, അവർക്ക് നേരെയും ശിക്ഷകൾ പുറപ്പെടുവിക്കും. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം തൻ്റെ എളാമ ചെയ്ത കാര്യത്തെക്കുറിച്ച്, തൻ്റെ പെങ്ങന്മാരെക്കുറിച്ച്. അതൊക്കെ അങ്ങനെയതാ അവർ അറബി വീട്ടിൽ എത്തുകയും അറബി ഉമ്മ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. റസിയെയും മുത്തുവിനെയൊക്കെ അറബി ഉമ്മക്ക് വല്ലാതെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഷാമിലിനോട് പറഞ്ഞു, മോനെ ഷാമിൽ, എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടില്ലേ? മോളെ റസിയ, നിന്നെ കുറിച്ച് പറഞ്ഞിരുന്നു ഷാമില്. പക്ഷേ മോൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചില്ലേ? കുഴപ്പമൊന്നുമില്ല. അതെന്താ? എന്നാൽ റസിയ അറബി വീട്ടിൽ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള ജോലികളിൽ ഏർപ്പെടുകയായിരുന്നു. എന്നാൽ അറബി ഉമ്മക്ക് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം. മോളെ, നിന്നെ ഒരിക്കലും വിളിച്ചത് ഇവിടുത്തെ ജോലികൾ ചെയ്യുവാനോ ഒന്നിനുമല്ല. അതിനെന്താ അറബി ഉമ്മ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യുന്നത്. പൊന്നു മോളെ, നിന്നെ ഇവിടുത്തെ ഗസ്റ്റായിട്ടാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാ നമുക്കിവിടെ വലിയൊരു പ്രോഗ്രാമാണ് കേട്ടോ നടക്കാൻ പോകുന്നത്. എന്നാൽ അറബിയമ്മയുടെ വീടും ആ പരിസരവും കണ്ട് ശരിക്കും റസിയ ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, ഇങ്ങനെയുള്ള അറബികളും ഉണ്ടോ? അതെ, ഞാൻ ജോലി ചെയ്ത അവിടുത്തേത് ഇത്ര ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ശരിക്കും അവൾ ആ കാഴ്ച നോക്കി നിന്നു. മരുഭൂമിയുടെ മഞ്ഞു വെളിച്ചത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ മണൽത്തരികളുടെ നീളുന്ന നീണ്ട നേളുകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കൊട്ടാരമുണ്ടായിരുന്നു. അത് സാധാരണ കൊട്ടാരം അല്ലായിരുന്നു. അതാണ് അറബി ഉമ്മയുടെ കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ കാറ്റിൽ കുലുങ്ങുന്ന വെള്ളപ്പടവുകൾ, വാതിലുകൾ മുഴുവനും സുന്ദരമായ കൊത്തുപണികളാൽ അലങ്കരിച്ച മരപ്പണികൾ, അതിൻ്റെ പുറംഭാഗം പോലും ദിവ്യമായൊരു നിശബ്ദത പകരുന്നതായിരുന്നു. കൊട്ടാരത്തിൻ്റെ പ്രധാന ഹാളിൽ കയറുമ്പോൾ ആദ്യം കണ്ട ആ കാഴ്ച അത് ശരിക്കും റസിയെ അത്ഭുതപ്പെടുത്തി. ആദ്യം കാണുന്നത് ഒരു വലിയ മദ്യവേദി, അതായത് വലിയൊരു ഡൈനിങ് ഹാള്. അതിൻ്റെ ചുറ്റും നിരന്നു നിൽക്കുന്ന സ്വർണ്ണപാത്രങ്ങൾ, പാത്രങ്ങളുടെ ചുറ്റുഭാഗത്തുമായി മനോഹരമായ അറബിക് കാലിഗ്രാഫിയിൽ വചനങ്ങൾ കൊത്തിയിരിക്കുന്നു. സബർ, ശുക്ർ, റഹ്മത്ത്, ബർക്കത്ത്, അങ്ങനെയൊക്കെ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. ആ ലിപികൾ വെളിച്ചത്തിൽ തിളങ്ങുമ്പോൾ ഓരോ അക്ഷരവും ഓരോ ദീപം പോലെ മിന്നുന്നു. അറബി ഉമ്മ പതിവായി പറയും, സ്വർണം വിലമതിക്കുന്നത് അതിൻ്റെ തിളക്കത്തിന് വേണ്ടിയല്ല, അതിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിലെഴുതിയ മനോഹരമായ ഖുർആൻ വചനങ്ങളുമെല്ലാം അതിലുണ്ടായിരുന്നു. ശരിക്കും അവൾ അതിൽ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. അത് ഇത്രക്കും വിലപിടിപ്പുള്ളതിൽ ഖുർആനൊക്കെ എഴുതി വച്ചിരിക്കുന്നു. മാഷാ അല്ലാ. എന്നാൽ ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല അത്. ഭക്ഷണങ്ങൾ വിളമ്പാൻ വേറെ പാത്രങ്ങൾ. ആ പാത്രങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണം വെറും രുചിയല്ല, അനുഗ്രഹം തന്നെയായിരുന്നു. അത്രക്കും ടേസ്റ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് അറബിയുമ്മ അവിടെ ഒരുക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അങ്ങനെ അതാ റസിയെ അറബിയുമ്മ കൊണ്ടുപോകുന്നു അതിമനോഹരമായ ഒരു റൂമിലേക്ക്. റസിയ മോളെ, ഇങ്ങോട്ട് വരൂ. ശരിക്കും അവൾ ഞെട്ടിപ്പോയി. അത് അതിമനോഹരമായ കട്ടിൽ, രാജകീയ സൗകര്യം, കൊട്ടാരത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു മുറി, അവിടെ നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധം, ഊത്, മസ്ക്, റോസ് വാട്ടർ. മുറിയുടെ നടുവിൽ സ്വർണ്ണത്തടങ്ങളാൽ അലങ്കരിച്ച ഒരു വലിയ കട്ടിൽ, അതിൻ്റെ മേൽ വെള്ള മഞ്ഞ നിറത്തിലുള്ള സിൽക്ക് വിരികൾ, വിരികളുടെ അരികുകളിൽ കൈത്തുന്നലിൽ തുന്നിയിരിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും. ശരിക്കും അവൾ അത് നോക്കി നിന്നു. കട്ടിലിന് ചുറ്റും പച്ചമണികളാൽ അലങ്കരിച്ച തൂക്ക് തിരശ്ശീലകൾ, കാറ്റ് തട്ടുമ്പോൾ അവ സാവധാനം ചലിക്കും. അത് കണ്ടാൽ തോന്നും ആ മുറി സ്വപ്നങ്ങൾക്കായി മാത്രം നിർമ്മിച്ചതാണെന്ന്. പക്ഷേ അതായിരുന്നു റസിയക്ക് കരുതിയിരുന്ന റൂം. എന്നാൽ അറബിയും അവളെ സ്നേഹത്തോടെ ആ കട്ടിലിൽ പിടിച്ചിരുത്തി. മോളെ, ഇവിടെ ഇരിക്കേ, ഇതാണ് മോളുടെ മുറി. ശരിക്കും മണിയറ പോലെ അലങ്കരിച്ച ആ മുറി, അതവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. റബ്ബേ, ഞാൻ എവിടെ സ്വർഗത്തിലോ? ഇതെന്താ റബ്ബേ, എനിക്ക് ആ കൊച്ചുകുടിലിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഇത്രയും വലിയ റൂമോ, ഇത്രയ്ക്കും വലിയ സൗകര്യങ്ങളോ? റബ്ബേ അല്ലാ, ഞാൻ എന്തൊക്കെയാ കാണുന്നത്? എന്നാൽ അവൾ ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കൊട്ടാരത്തിൻ്റെ പിന്നാമ്പുറത്ത് ഒരു വലിയ തോട്ടം. മരുഭൂമിയുടെ നടുവിൽ ഇത്രയും വലിയ പച്ചപ്പുണ്ടാകുന്നുവെന്നത് ഞാൻ വിശ്വസിക്കാനായില്ല. അതിൽ അതാ ഈത്തപ്പഴ ചെടികൾ, റോസ് ചെടികൾ, ജാസ്മിൻ പൂക്കൾ, വെള്ളച്ചാട്ടം പോലെ ഒഴുകുന്ന ചെറിയ ജലധാര, പക്ഷികളുടെ മൃദുസ്വരം,
വെയിലിൽ തിളങ്ങുന്ന വെള്ളത്തുള്ളികൾ. അറബിയുമ്മ ഓരോ രാവിലും ഇവിടെ നടക്കും. പൂക്കൾക്ക് വെള്ളം നൽകും. ഓരോ ചെടിയോടും സംസാരിക്കും. അള്ളാഹുവിൻ്റെ സൃഷ്ടികളെല്ലാം സംസാരിക്കുന്നു. കേൾക്കാൻ ഹൃദയം വേണം. അറബിയുമ്മയുടെ വാക്കുകൾ അതായിരുന്നു. എന്നാൽ തൊട്ടപ്പുറത്തായിട്ട് കൊട്ടാരത്തിലെ ഏറ്റവും സുന്ദരമായ മുറി, പ്രാർത്ഥനാ മുറി. ഭിത്തികളിൽ സൂക്ഷ്മമായ കാലിഗ്രാഫി. മേൽക്കൂരയിൽ ഒരു വലിയ വിളക്ക്, ക്രിസ്റ്റൽ തൂക്കുവിളക്ക്. വെളിച്ചം ചുവന്ന കാർപ്പറ്റിൽ പതിയുമ്പോൾ മുറി സ്വർഗപ്രകാശം പോലെ തിളങ്ങും. അറബിയുമ്മയുടെ ശബ്ദം അവിടെ മുഴങ്ങുന്നു. അത് ഖുർആൻ പാരായണത്തിനുള്ളത്. ഓരോ അക്ഷരവും ഹൃദയത്തിലേക്ക് പതിക്കും. എങ്കിലും അറബിയുമ്മ അവരോട് പറഞ്ഞു, കൊട്ടാരത്തിൻ്റെ മഹത്വം ഈ മതിലുകളിലോ ഒന്നിലുമല്ല. അത് നമ്മുടെ സുജൂദിലാണ് കേട്ടോ. നമ്മൾ സുജൂദ് ചെയ്യണം ഇവിടെ. ശരിക്കും അറബിയുമ്മയുടെ ഓരോ റൂമുകളും അവൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ റസിയ അത്ഭുതപ്പെടുകയായിരുന്നു. ഇൻഷാ അല്ലാ റസിയയുടെ ജീവിതം സുഖസുന്ദരമായി അവിടെ കഴിയുമോ? റസിയയുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ആ വീട്ടിൽ സാധ്യമാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.